കടുവ, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവുമൊക്കെ കേരളത്തിൽ സ്ഥിരം പ്രശ്നങ്ങളായി മാറിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷം മുമ്പ് ഇല്ലാത്ത വിധം വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പകൽ പോലും കാട്ടാനയും കടുവയുമൊക്കെ നാട്ടിലിറങ്ങുന്നത് ജനങ്ങൾക്ക് ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഒരു കാലത്തും വന്യമൃഗങ്ങളെ ഇത്രയും പേടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അതിൽ വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. അതെ, വന്യജീവി ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 800-ന് മുകളിൽ ആളുകൾക്കാണ് കേരളത്തിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സാധാരണ ആളുകൾ, അതായത് പ്രധാനമായും കർഷകർ കൂടുതലായി ജീവിച്ചു വരുന്ന കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നാം ഇന്ന് നോക്കിക്കാണുന്നത്. ഓരോ ദിവസവും ഞെട്ടലോടെയാണ് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവനുകൾ ഇല്ലാതാകുന്നതും പരിക്കുകൾ ഏൽക്കുന്നതുമായ വാർത്തകൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് 500-ന് മുകളിൽ ആളുകളാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിലാകട്ടെ 200-നടുത്ത് പേർക്ക് ജീവൻ നഷ്ടമായി. വയനാട്ടിൽ നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച കാപ്പാട് ഉന്നതിയിലെ മനുവാണ് ഒടുവിലത്തെ ഇര. സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം കുറഞ്ഞു എന്നാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ അവകാശപ്പെട്ടത്. പക്ഷേ ഈ നയപ്രഖ്യാപനം വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓരോ റിപ്പോർട്ടും പുറത്തുവരുന്നത്. 2 ജീവനുകളാണ് 24 മണിക്കൂറിനിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ 2 മനുഷ്യരും ഇരയായത് ആനയുടെ ക്രൂരമായ ആക്രമണത്തിനും. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ 10 ലക്ഷം നഷ്ടപരിഹാരം നൽകി തടിയൂരുകയാണ് ഇടുക്കിയിൽ സർക്കാർ ചെയ്തത്. ജോലിക്ക് പോകുമ്പോൾ, പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, തൊഴിൽ സ്ഥലത്ത് വാഹനം ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, പ്രഭാത സവാരിക്കിടയിൽ, കിടന്നുറങ്ങുമ്പോൾ തുടങ്ങി എന്തു വേണമെങ്കിലും മലയോര മേഖലയിലെ മനുഷ്യന്റെ ജീവിതയാത്രക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കാട്ടാനയോ, കാട്ടുപന്നിയോ, കടുവയോ, കാട്ടുപോത്തോ, കടന്നലോ മരണവുമായി എത്താം. കേരളത്തിൽ 2017 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 809 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 514 പേർക്ക് പാമ്പ് കടിയേറ്റും 170-ന് മുകളിൽ പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിലുമാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കാട്ടുപന്നി കാരണം 50 പേർക്കും 42 പേർക്കാണ് കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തേറ്റ് മരണം സംഭവിച്ചത്. നരഭോജി കടുവയുടെ ആക്രമണത്തിൽ 8 മനുഷ്യജീവനാണ് ഇല്ലാതായത്. കൂടാതെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേർക്കും ജീവൻ നഷ്ടമായെന്നും ചില കണക്കുകൾ പറയുന്നു. മരണം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന നഷ്ടങ്ങളും ഇനിയുമുണ്ട്. 2016 മുതൽ 2024 വരെ 7646 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കൂടാതെ 3968 പശുക്കൾ ചത്തു. 54266 കർഷകരുടെ കൃഷി നശിച്ചു. പലരുടെയും ഉപജീവന മാർഗമാണ് അതോടെ ഇല്ലാതായത്. വന്യജീവി ആക്രമണം പ്രതിഷേധമായി മാറുമ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പരാതികൾ ഏറെയുണ്ട്. കാരണം കൃത്യമായ ശാശ്വതമായ പരിഹാരം നടപ്പിലാക്കുന്നില്ല. മരണങ്ങൾ സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം മാത്രമാണ് നൽകുന്നത്. പണമല്ല, ജനങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. അതായത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഭീഷണിയുള്ള സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി വേലികൾ സ്ഥാപിക്കണം. കൂടുതൽ RRTകളും ജീവനക്കാരും ആവശ്യമാണ് ഓരോ സ്ഥലത്തും. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പല പദ്ധതികളുടെയും വേഗം കുറയ്ക്കുന്നുണ്ടെങ്കിലും വന്യജീവി ആക്രമണങ്ങളെ തടയാനുള്ള പദ്ധതികളെ ബാധിക്കരുത് എന്നാണ് കർഷകർ ഒന്നടങ്കം പറയുന്നത്. കാരണം അതിന് ജീവന്റെ വിലയുണ്ട്. ഈ സമയം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വന്യമൃഗങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വാസസ്ഥലത്തേക്ക് വരുന്നതാണോ, മറിച്ച് മനുഷ്യൻ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പോകുന്നതാണോ എന്ന ചോദ്യം. കാരണം വനത്തോട് ചേർന്നുള്ള തോട്ടങ്ങളുടെയും കൃഷിഭൂമിയുടെയും വിപുലീകരണം വലിയ രീതിയിലാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വരൾച്ച, അതിവൃഷ്ടി തുടങ്ങിയ പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും. ഇതിന്റെ എല്ലാം ഫലമായി തന്നെയാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും ജീവനുകൾ പൊലിയുന്നതും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.